വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് വീട്ടിൽ ബാക്കി വന്ന ചോറ്. കുട്ടികളൊക്കെ ഒരു നേരം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നേരം കഴിക്കൊന്നുമില്ല. അപ്പം ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്കിന്ന് നല്ല സൂപ്പർ നെയ്പ്പത്തിൽ ഉണ്ടാക്കാം. ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, ഒരു മെനക്കേടും ഇല്ല. നമ്മൾ സാധാരണ അരി കുതിർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന നെയ്പ്പത്തിൽ പോലെ തന്നെയാണ്, നല്ല ക്രിസ്പിയാണ്. അകത്തൊക്കെ ഇതുപോലെ കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ്. സാധാരണ ബീഫ് വരട്ടിയതാണ് ഈ നെയ്പ്പത്തിൻ്റെ കോമ്പിനേഷൻ. എനിക്കിന്ന് ഞണ്ടുകറിയായിരുന്നു ഇവിടെ. നല്ല നാടൻ ബീഫ് വരട്ടിൻ്റെ റെസിപ്പി ഇതിനു മുന്നേ ചാനലിട്ടിട്ടുണ്ട്, ഞാനിവിടെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. ഞാനിവിടെ ഇന്ന് പൊന്നി അരിയായിരുന്നു ചോറ് വെച്ചത്. ഇതൊരു 3 കപ്പ് പൊന്നി അരിയുടെ ചോറുണ്ട്. നിങ്ങൾക്ക് ഏത് പാർബോയിൽ റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഞാൻ ഈ ചോറൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം 3 കപ്പ് ഉള്ളതുകൊണ്ട് എനിക്കിതിൽ പകുതി ചോറേ പോവുള്ളൂ. അപ്പോൾ ഞാൻ പകുതി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറ് അടിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേയൊന്നും വേണ്ട, കുറച്ച് മതി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പൾസ് മോഡിലിട്ടിട്ട് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്നും അരയരുത്, തരിതരിപ്പോട് കൂടിയിട്ട് തന്നെ വേണം അടിച്ചെടുക്കാനായിട്ട്. കണ്ടോ, ഇതാ ഏകദേശം ഈ ഒരു പാകത്തിലാണ് നമുക്കിത് വേണ്ടത്. നല്ലോണം അരിഞ്ഞു പോകരുത്, തരിതരിപ്പ് വേണം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചോറ് കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിലധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി പൾസ് മോഡിലിട്ടിട്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചെറുകിയ തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-12 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ചോറ് അരച്ച പോലെ തന്നെ നന്നായിട്ട് അരയരുത്, ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇത് നമുക്ക് നേരത്തെ അടിച്ചു വെച്ച ചോറിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തേങ്ങയും ചോറൊക്കെ ഞാൻ പിന്നെയും പറയാണ്, തരിതരിപ്പായിട്ടിരിക്കണം. അപ്പോഴേ ആ നെയ്പ്പത്തിലിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ടുപൊടിയാണ് ചേർക്കുന്നത്. പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. ആദ്യം ഒരുപാട് പുട്ടുപൊടി ചേർക്കരുത്, കാരണം അപ്പോൾ നന്നായിട്ട് ടൈറ്റായി പോവും. അപ്പം ഇടയ്ക്കിടയ്ക്ക് 2 സ്പൂൺ വെച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്ന് പറയുന്നത് ഓരോരുത്തരും എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിന് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ വെള്ളത്തിനനുസരിച്ച് മാറും. ഏകദേശം ഈ ഒരു പാകമാവുന്ന വരെ നിങ്ങൾ പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഉരുളയായിട്ട് പിടിക്കാൻ പറ്റണം. പിന്നെ പുട്ടുപൊടി ആയതുകൊണ്ട് അത് കുറച്ച് ഇങ്ങനെ വെള്ളം വലിച്ചെടുക്കും. അതും കൂടി കണക്കാക്കിയിട്ട് വേണം പൊടി ഇടാനായിട്ട്. ഞാനിവിടെ ഒരു ബേക്കിംഗ് പേപ്പറാണ് ഇത് പരത്താനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വാഴയിലയോ അലുമിനിയം ഫോയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കയ്യിൽ ഇതുപോലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. എന്നിട്ട് ഒരു ചെറിയ തക്കാളിയുടെ വലുപ്പത്തിലുള്ള മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നല്ല ബോൾ പോലെയുള്ള ഷേപ്പായി കഴിഞ്ഞാൽ ഇത് ഈ ബേക്കിംഗ് പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ കൈയുടെ ഉൾഭാഗം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബേക്കിംഗ് പേപ്പർ തിരിച്ചു കൊടുത്താൽ മതി. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, ആ സൈഡിലൂടെയുള്ള ഭാഗം കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കാനും ശ്രദ്ധിക്കണം. ഇതിപ്പം ഏകദേശം കട്ടിയിൽ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഇത് താഴ്ഭാഗത്തായിട്ടാണ് ഉണ്ടാവുക. നല്ല ചൂടുള്ള എണ്ണയായിരിക്കണം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് ഇത് മുകളിലേക്ക് പൊങ്ങി വരും, അതുപോലെ ഇത് വീർത്തും വരും. ആ ഒരു സമയം നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പം ഇത് മറിച്ചിടരുത്. ഒരു ഭാഗം ഒന്ന് ക്രിസ്പായി ഒരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ, ഏകദേശം ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നിങ്ങളിത് മറിച്ചിടുക. അപ്പോൾ നമ്മുടെ ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്, മറ്റേ വശവും ഏകദേശം ഇതുപോലെ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ, നല്ല ക്രിസ്പ് ആൻഡ് ബ്രൗൺ കളറിലുള്ള നെയ്പ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഇത് പരത്തുന്നത് കാണിച്ചു തരാം. ഇതുപോലെ ബേക്കിംഗ് പേപ്പറിലോ നിങ്ങൾക്ക് വാഴയിലയോ പ്ലാസ്റ്റിക് ഷീറ്റ് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനെ വെച്ചിട്ട് കൈയിൻ്റെ ഉൾഭാഗം വെച്ചിട്ടാണ് ഞാനിവിടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല തിന്നായി പോകരുത്, നേർത്ത് പോകരുത്, കുറച്ചൊരു കട്ടി വേണം. അങ്ങനെ ഒരു പാകത്തിൽ വേണം ഇത് പരത്താനായിട്ട്. ഇതിൻ്റെ അറ്റം ഇടയ്ക്ക് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് നല്ല ചൂടുള്ള തിളച്ച എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ബ്രൗൺ കളറാകുന്ന സമയത്ത് ഇത് മറിച്ചിടാം. എന്നിട്ട് നല്ല ബ്രൗൺ ആകുമ്പോൾ കോരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
അത്യാവശ്യം ഇത് ഉണ്ടാക്കി പരിചയമുള്ള ആൾക്കാർ ഇതുപോലെ കയ്യിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. അതുപോലെ കയ്യിൽ 2 ഭാഗത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നെയ്പ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. വേറെ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നിട്ടത് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഇത് വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കണം. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്